വൈജയന്തിയുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ അമ്മയുടെ മുഖത്ത് രണ്ട് പൊട്ടിക്കാൻ പറയുകയാണ് ബബിത. എന്നാൽ അതോടെ ഈ കുടുംബം 4 ഭാഗമായി ചിന്നി ചിതറുമെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ മൗനം പാലിച്ച് തലകുനിച്ചകത്തേക്ക് പോയി. ആ കാഴ്ച കണ്ട് വിജയിച്ചവളെപ്പോലെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് വൈജയന്തി. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല ബബിത. അച്ഛൻ്റെ അടുത്ത് അമ്മയെ തല്ലാൻ പറയുക. നമ്മുടെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. 2 അടി കിട്ടിയാലൊന്നും നമ്മുടെ അമ്മയുടെ ക്യാരക്ടർ നേരെയാവില്ല. ഇനി അച്ഛൻ തല്ലിയെന്ന് തന്നെ വെച്ചോ. തല്ലിയതിൻ്റെ പേരിലെ നമ്മുടെ അച്ഛൻ്റെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാനും അമ്മ മടിക്കില്ല എന്ന് പറയുവാണ് രോഹിത്ത്. എത്രയാണെന്ന് വെച്ചാ രോഹിയേട്ടാ, അമ്മയുടെ പെരുമാറ്റം സഹിച്ച് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുക? തല്ല് കിട്ടിയാലെങ്കിലും അമ്മ ഒന്ന് അടങ്ങുമെന്ന് വിചാരിച്ചു. അതാ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ എന്ന് ബബിത ചോദിച്ചു. വലിയ തെറ്റായിപ്പോയി. മക്കളുടെ മുന്നിൽ വെച്ച് ഭാര്യയെ തല്ലുന്നവനാണോ നമ്മുടെ അച്ഛൻ? അമ്മയുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ അച്ഛന്? പാവത്തിന് ഭയങ്കര വിഷമായി കാണും എന്ന് രോഹിത്ത് പറയുവാണ്. എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ അച്ഛൻ്റെ അടുത്ത് പോയി സോറി പറഞ്ഞിട്ട് വരാൻ രോഹിയേട്ടാ എന്നു പറഞ്ഞ് ബബിത ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്നു. അച്ഛന് എന്നോട് ദേഷ്യമാണോ? ഞാൻ അമ്മയെ അടിക്കാൻ പറഞ്ഞു, പക്ഷെ അച്ഛൻ അടിച്ചില്ല. അതോടെ അച്ഛനെ ഒരു ധൈര്യമില്ലാത്തവനായി ഞാൻ എല്ലാവരുടെയും മുന്നിലും ചിത്രീകരിച്ചില്ലേ. സോറി അച്ഛാ എന്ന് ബബിത ക്ഷമ ചോദിക്കുവാണ്. ഞാനല്ലെങ്കിലും വൈസിയുടെ മുന്നില് തോറ്റിട്ടല്ലേ ഉള്ളൂ. അവള് ജയിക്കട്ടെ. അവളെ കൈനീട്ടി അടിക്കാൻ ഈ അച്ഛൻ അറിയാഞ്ഞിട്ടല്ല മോളെ, ധൈര്യം ഇല്ലാഞ്ഞിട്ടും അല്ല. ഈ കുടുംബം തകർത്ത് തരിപ്പണാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ മുഖത്തടിക്കുന്നതിനേക്കാൾ വലിയൊരടി നിങ്ങളുടെ അമ്മയ്ക്ക് ഞാൻ കാത്തുവച്ചിട്ടുണ്ട്. സമയമായി വരുന്നു, അത് കൊടുക്കട്ടെ. മക്കളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് ഞാനായിരിക്കില്ല, പിന്നെ അവളായിരിക്കും. ഇപ്പൊ അവള് വിജയശ്രീ ലാളിതയായി അങ്ങനെ നിൽക്കട്ടെ. അതൊന്നും അധിക കാലം നിലനിൽക്കാൻ പോകുന്നില്ല. നീ പറഞ്ഞതില് എനിക്കൊരു സങ്കടമില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ ബബിതയെ പറഞ്ഞു വിട്ടു. ആ സമയം ബബിതയ്ക്ക് അലീനയുടെ കോൾ വന്നു. ബബിതയുടെ സ്വരം കേട്ടപ്പോ അവൾക്ക് എന്തോ സങ്കടമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. എന്താടി കാര്യം? നിന്റെ ശബ്ദം ഒന്ന് ഇടറിയ ഈ ചേച്ചിക്കത് മനസ്സിലാവും. അതുകൊണ്ടൊന്നും ഒളിക്കണ്ട, സത്യം പറഞ്ഞാ മതി എന്ന് അലീന ചോദിച്ചു. അത് പിന്നെ അമ്മ ഈ വീട്ടിൽ തിരിച്ചെത്തിയതോടെ ഞങ്ങളെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ തുടങ്ങി ചേച്ചി. കിച്ചണിൽ കയറ്റുന്നില്ല, ഒരു ജോലിയും ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല. പരസ്പരം തമ്മിലൊന്നും മിണ്ടാൻ പോലും അമ്മയുടെ അനുവാദം വേണമെന്നായി. അലീന ചേച്ചിയുടെ കുറവ് ഈ വീട്ടിൽ കാണാനുണ്ട്. ഈ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കിയ ചിട്ടകളൊക്കെ അമ്മ വന്ന് തെറ്റിച്ചു. അച്ഛൻ്റെ അടുത്ത് ഞാൻ അമ്മയെ തല്ലാൻ പറഞ്ഞു. അതച്ഛന് അമ്മയുടെ മുന്നിൽ തല കുനിക്കാൻ ഇടയാക്കി എന്നൊക്കെ ബബിത പറഞ്ഞു കൊടുത്തു. നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല മോളെ. ഇനി നീ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒരു വഴക്കിനും പോവണ്ട. അവരെ ഉപദേശിച്ച് നന്നാക്കാനും നിൽക്കണ്ട. പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിന്നെ കാണണമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്നെ കാണണമെന്ന് നിനക്ക് തോന്നുമ്പോ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ആ വീട്ടിലേക്ക് ഞാനില്ല. പകരം പല റെസ്റ്റോറൻറ്റിലോ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാം. എന്തിനും ഞാനുണ്ട് കൂടെ, നീ സങ്കടപ്പെടാതെ എന്നു പറഞ്ഞ അലീന അവളെ ആശ്വസിപ്പിച്ച് കോൾ കട്ട് ചെയ്തു. അടുത്ത ദിവസം സ്റ്റാലിയും അപ്പച്ചനും കൂടി ഒരുമിച്ചിരുന്ന് കുടിക്കുന്നത് അലീനയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പപ്പ ഞാൻ പറഞ്ഞാ കേൾക്കത്തില്ല. വല്യപ്പച്ചനെങ്കിലും ഈ വയസ്സാം കാലത്ത് കുടിക്കുന്ന ശീലം നിർത്തണം. സ്നേഹം കൊണ്ട് പറയുക, എന്റെ വാക്കിന് ഈ വീട്ടിലാർക്കും ഒരു വിലയുമില്ലല്ലോ എന്നു പറഞ്ഞ് അലീന പോയി. അത് കേട്ട് സ്റ്റാൻലി കുടിക്കുന്നത് തുടരുവാണ്. എന്നാ അപ്പച്ചൻ ഗ്ലാസ് കൈകൊണ്ട് തൊട്ടില്ല. എന്താ അപ്പച്ചൻ കുടിക്കാത്ത? എന്നേക്കാൾ 2-3 ഗ്ലാസ് അധികം കഴിക്കുന്ന ആളായിരുന്നല്ലോ. ഈ ചിന്നമ്മയുടെ വാക്ക് അത് കേട്ട് പേടിച്ചോ എന്ന് സ്റ്റാൻലി ചോദിച്ചു. എടാ, എനിക്കിതിനേക്കാളും വലുത് ഈ പോയ ചിന്നമ്മയുടെ സ്നേഹം തന്നെയാണ്. അവൾ സുന്ദരിയും കൂടാതെ നല്ല മിടുക്കിയുമാണ്. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനി കുടിക്കത്തില്ല. നീയും ചിന്നമ്മയുടെ വാക്ക് മുഖവിലേക്ക് എടുക്കണം സ്റ്റാൻലി എന്ന് അപ്പച്ചൻ ആവശ്യപ്പെട്ടു. എനിക്കിതങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പച്ചൻ അറിഞ്ഞൂടെ? ഇന്നലെ അലീനെ ഇവിടെന്ന് പറപ്പിക്കാൻ വന്ന ആളാണ്. ഇപ്പൊ അവളില്ലാതെ പറ്റില്ലെന്നായല്ലേ? ഞാനും എന്റെ രാജകുമാരിയും അങ്ങ് ലോകം മൊത്തം ഒരു യാത്ര പോവാൻ തീരുമാനിച്ചു.
അതിനുശേഷം വലിയൊരു കോടീശ്വരനെ കൊണ്ട് അവളുടെ വിവാഹം ഞാൻ ആർഭാടമായി നടത്തും. അത് നല്ലൊരു ക്രിസ്ത്യാനി ചെറുക്കൻ തന്നെ ആയിരിക്കും എന്നു പറഞ്ഞ് സ്റ്റാൻലി പൊട്ടിച്ചിരിക്കുവാണ്. പിന്നീട് അപ്പച്ചൻ അലീന കരഞ്ഞോണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുവാണ്. എന്തുപറ്റി മോളെ എന്ന് അദ്ദേഹം ചോദിച്ചു. എനിക്കിവിടെ നിൽക്കണ്ട വല്യപ്പച്ച, എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാ മതി. എന്റെ അനിയത്തിയും അനിയനും അച്ഛനും ഒക്കെ അവിടെയാണ് എന്നു പറഞ്ഞ് അലീന കരയുവാണ്. അതിനവർക്കാർക്കും അറിയില്ലല്ലോ മോളെ, നീ അവരുടെ ചോരയാണെന്ന്. സ്വന്തം അമ്മയ്ക്ക് പോലും നിന്നെ കണ്ണെടുത്താ കണ്ടൂടാ. അങ്ങനൊരു വീട്ടിൽ നീ ഇനി പോകാതിരിക്കുന്നതാ നല്ലത്. ഇതാണ് നിന്റെ യഥാർത്ഥ വീട്. നിന്നെ ലാലിശൻ രാജകുമാരിയെ പോലെയല്ലേ നോക്കുന്നേ. നീ ബാലചന്ദ്രന്റെ വീട്ടിൽ ഇനി കയറി ചെന്നാലും വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിന്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ ചൂലെടുത്ത് നിന്നെ ഓടിക്കില്ലേ? അതുകൊണ്ട് ആ വീട്ടുകാരുടെ കാര്യം നീ അങ്ങനെ ഓർക്കണ്ട. നിനക്ക് ലാലിശനും ഈ വല്യപ്പച്ചനും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അയാള് അലീനയെ ആശ്വസിപ്പിക്കുവാണ്. അടുത്ത ദിവസം അലീന കിച്ചണിൽ കയറിയപ്പോ അവിടെ മിച്ചം വന്ന അടുക്കള സാധനങ്ങളൊക്കെ പൗലോസേട്ടൻ വേസ്റ്റാക്കി കളയുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പൗലോസേട്ടൻ ഈ കാണിച്ചത് ഒട്ടും ശരിയല്ല. എന്തിനാണ് അനാവശ്യമായി പച്ചക്കറികളും ഇറച്ചിയും മീനും ഒക്കെ വേസ്റ്റാക്കി കളയുന്നേ? ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം, അല്ലെങ്കിൽ ചൂടാക്കി കഴിക്കാലോ, അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങിപ്പിക്കാം എന്ന് അലീന പറഞ്ഞു. അല്ല, മോളെന്തിനാ അടുക്കളക്കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നേ? ഞാനിവിടെ പണിക്ക് വന്നിട്ട് വർഷങ്ങളായി. അന്ന് മുതൽ ഇന്ന് വരെ ഈ വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് ശീലം. ഇവിടത്തെ ലാലിശ മുതലാളിക്ക് ഇതിൽ പരാതിയൊന്നുമില്ല. പിന്നെ ഇന്നലെ വന്ന കൊച്ചു പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യം എനിക്കില്ല. അങ്ങനെ പൗലൂസ് മറുപടി കൊടുത്തു. എന്നാ അത് അലീനയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എത്ര പേരാണ് ആഹാരം കഴിക്കാൻ ഗതിയില്ലാതെ പട്ടിണി കിടന്ന് നരകിക്കുന്നേ? എന്നാൽ ഈ വീട്ടിലോ അനാവശ്യമായി പണം ചെലവാക്കി കളയുന്നു. അല്ല, പൗലോസേട്ടന്റെ സ്വന്തം വീട്ടിൽ ഇങ്ങനെയാണോ? അല്ലല്ലോ. എന്തിനാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനൊക്കെ കാണിക്കുന്നേ? സ്വന്തം വീട് പോലെ കരുതി ജോലി ചെയ്തൂടെ നിങ്ങൾക്ക് എന്ന് അലീന ചോദിച്ചു. എന്നെ പണി പഠിപ്പിക്കാൻ വന്നതാണോ കൊച്ച്? ഞാന് കൊല്ലങ്ങളായി മുതലാളിക്ക് വേണ്ടി പണി ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ഇവിടത്തെ കുക്കാ ഞാൻ എന്ന് അയാൾ മറുപടി കൊടുത്തു. ഈ വീട്ടിലെ മുതലാളിയുടെ കാശ് ഇങ്ങനെ ദൂർത്തടിച്ച് കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി മുതല് ഞാൻ പറയുന്നത് പോലെ പൗലോസേട്ടൻ അനുസരിക്കണം. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കിച്ചണിലേക്ക് വാങ്ങിയാൽ മതി, മിച്ചം വരാൻ പാടില്ല എന്ന് അലീന കൽപ്പിച്ചു. ഇതൊക്കെ കേട്ട അപ്പച്ചൻ വന്ന്, അല്ല അലീന മോൾ എന്തിനാ അനാവശ്യ കാര്യങ്ങളിലൊക്കെ തലയിടാൻ പോകുന്നേ? അതൊന്നും വേണ്ട മോളെ, മോളുടെ ജോലി നോക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. വേണം വല്യപ്പച്ച, അഹങ്കാരമാണ് ഈ കാണിക്കുന്നേ. ആഹാരം വേസ്റ്റ് ആക്കുന്നത് കണ്ട എവിടെയായാലും ഞാൻ അത് ചോദിച്ചിരിക്കും. ആഹാരം കിട്ടാതെ അനാഥാലയത്തിൽ വളർന്നവളാ ഞാൻ. അപ്പോ എനിക്കതിന്റെ വില അറിയാം എന്ന് അലീന പറഞ്ഞു. അപ്പച്ചൻ പൗലോസിന്റെ നേർക്ക് ചെന്ന്, ഇനി മുതലേ അലീന മോള് പറഞ്ഞതുപോലെ ഭക്ഷണം അങ്ങനെ വേസ്റ്റാക്കി കളയണ്ട, മിച്ചം വരാൻ പാടില്ല എന്നുപദേശിച്ച് അപ്പച്ചൻ അലീനയും കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നാ പൗലോസ് ആകെ ദേഷ്യത്തില് സ്റ്റാലിയുടെ അടുത്തേക്ക് ചെന്നു. ഇവിടെ വന്നു കയറിയ കൊച്ചെ ആളത്ര ശരിയല്ല. മുതലാളി അവൾ ഇവിടെ ഭരണം തുടങ്ങിയിട്ടുണ്ട്. അടുക്കള സാധനങ്ങള് ഇനി മിച്ചം വരാൻ പാടില്ലാന്ന്. മുതലാളി ഒരു അറുപിശുക്കനായിക്കൊണ്ടിരിക്കുക ആ കൊച്ചു വന്നേ. പിന്നെ നാണക്കേട് തന്നെ. ഇങ്ങനെ പോയാലേ ഞാൻ വല്ല കാശുകാരൻ മുതലാളിയുടെയും വീട്ടില് പണിക്ക് പൊക്കോളാം. എന്നെ അങ്ങ് പിരിച്ചു വിട്ടേക്ക്. ഇത്രയും നാണക്കേടൊന്നും ഗതികേടൊന്നും എനിക്കില്ല എന്ന് പൗലോസ് മറുപടി കൊടുത്തു. അത് സ്റ്റാലിക്ക് വലിയ നാണക്കേടുണ്ടാക്കുവാണ്. അയാൾ ഉടനെ അലീനയുടെ അടുത്തേക്ക് ചെന്നു. ഈ വീട്ടിലെ കുക്കിനോട് നീ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് സ്റ്റാലി ചോദിച്ചപ്പോ, ഇല്ലല്ലോ, ഭക്ഷണ സാധനങ്ങള് വേസ്റ്റ് ആക്കല്ലേ എന്ന് മാത്രം ഉപദേശിച്ചു എന്നവള് മറുപടി കൊടുത്തു. നോക്കലീന, എനിക്ക് ഈ നാട്ടിൽ ഒരു അന്തസ്സും അഭിമാനവും ഉണ്ട്. അനാവശ്യമായി വേലക്കാരോട് തർക്കിക്കാൻ ചെല്ലുന്നവരല്ല കൊട്ടാരമറ്റം തറവാട്ടുകാര്. അന്തസ്സുള്ളവരാണ്. നീ കുക്കിന്റെ അടുത്ത് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എനിക്കാ വലിയ നാണക്കേടായത്. അവര് കിച്ചണിൽ പലതും ചെയ്തോട്ടെ, എന്തിനാ നീ അക്കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നേ? ഇനി അത് വേണ്ട എന്നു പറഞ്ഞ് സ്റ്റാലി ദേഷ്യപ്പെട്ടു. ആഹാരം വേസ്റ്റ് ആക്കുന്നത് കണ്ടപ്പോ ഞാൻ ഇടപെട്ടു. അത് ഇത്ര വലിയ തെറ്റായിപ്പോയെന്ന് ഞാൻ അറിഞ്ഞില്ല പപ്പ എന്ന് അലീന ചോദിക്കുവാണ്. അക്കാര്യം നോക്കാൻ മുതലാളിയായ ഞാൻ ഇവിടെ ഉണ്ട്. നീ ഇടപെടണ്ട, മനസ്സിലായോ എന്ന് സ്റ്റാലി പറഞ്ഞപ്പോ
അലീന ദേഷ്യം കടിച്ചമർത്തി അവിടെ തന്നെ നിൽക്കുവാണ്. മോളെ ലാലിച്ചൻ പറഞ്ഞത് കേട്ടില്ലേ? വേലക്കാരോടൊക്കെ പ്രശ്നത്തിനും വഴക്കിനും പോകുന്നത് നമ്മുടെ തറവാട്ടിനല്ലേ നാണക്കേട്. അത് വേണ്ട എന്ന് അപ്പച്ചനും പറഞ്ഞപ്പോ അലീന ഒന്നും തന്നെ മിണ്ടിയില്ല. ഇതൊക്കെ ഒളിച്ചിരുന്ന് കേട്ട പൗലോസിന് വലിയ സന്തോഷായി. അടുത്ത ദിവസം പൗലോസ് അലീനെ കാണാനായി മീൻ പകുതി വെട്ടി നല്ല ഭാഗങ്ങളൊക്കെ വേസ്റ്റാക്കി ബോക്സിൽ കൊണ്ടിടുവാണ്. അത് തന്നെ കാണിക്കാൻ അയാൾ മനഃപൂർവ്വം കൊണ്ടു ചെന്നിട്ടതാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. എടോ, താൻ കളഞ്ഞ മീൻ ഭാഗങ്ങളെല്ലാം തിരിച്ചെടുത്തോണ്ട് വാ എന്ന് അലീനെ കൽപ്പിച്ചു. എനിക്കതിന് പറ്റില്ലെങ്കിലോ? ഞാൻ മുതലാളി പറഞ്ഞത് മാത്രമേ അനുസരിക്കൂ. വല്ല അനാഥാലയത്തിൽ നിന്നും കയറി വന്നവളുമാര് പറഞ്ഞത് അത് കേൾക്കാനല്ല എന്നെ ഇവിടെ സെറ് ജോലിക്ക് നിർത്തിയിരിക്കുന്നെ എന്ന് പൗലോസ് മറുപടി കൊടുത്തു. അതോടെ അലീനയാകെ ബഹളം വയ്ക്കുവാണ്. അവളുടെ ബഹളം കേട്ട് സ്റ്റാലിയും അപ്പച്ചനൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് മതി നിങ്ങളുടെ ബാക്കി പണികളൊക്കെ. ആദ്യം വേസ്റ്റ് ബോക്സിൽ നിങ്ങൾ കൊണ്ടിട്ട മീനെല്ലാം തിരിച്ചെടുത്ത് വയ്ക്ക്. അല്ലെങ്കിൽ പൗലോസേട്ടനെ ഇനി ഈ വീട്ടിൽ ജോലിക്ക് വരണ്ട. എന്തിനാ താൻ മുതലാളിയെ നോക്കുന്നേ? ഞാൻ മുതലാളിയുടെ മോളാടോ? എന്റെ പപ്പയുടെ പണം കൊണ്ട് വാങ്ങിയ മീനാണ് താനീ കൊണ്ടുപോയി കളഞ്ഞ്. അങ്ങനെ പപ്പയുടെ പണം വെറുതെ കളയാനേ ഞാൻ സമ്മതിക്കത്തില്ല. പൗലോസേട്ടൻ ഈ വീട്ടിൽ പണിക്ക് വന്നില്ലെങ്കില് ഇവിടെ ഒരു ചുക്കും സംഭവിക്കത്തില്ല. കാരണം എന്റെ പപ്പയ്ക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാന് ഈ അലീന മോൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിച്ചില്ലെങ്കില് ഈ വഴി വരണ്ട. ഈ പടിക്ക് പുറത്തായിരിക്കും നിങ്ങളുടെ സ്ഥാനം. അങ്ങനെ അലീന പൊട്ടിത്തെറിച്ചു. അത് കേട്ട് പൗലോസാകെ ഷോക്കായി നിൽക്കുവാണ്. അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനാണ് അവളുടെ പപ്പ എന്ന് ഉറക്കെ പറഞ്ഞത് കേട്ട് സ്റ്റാലിക്ക് വിശ്വസിക്കാനായില്ല. അയാൾക്ക് ആ പ്രശ്നത്തിൽ അലീനെ എതിർത്ത് സംസാരിക്കാൻ ധൈര്യമേ വന്നില്ല. അലീനയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് സംസാരിക്കുവാണ്. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ തലകുനിച്ച് മുറിയിലേക്ക് തന്നെ തിരിച്ചുപോയി. അപ്പച്ചൻ ചെന്ന് പൗലോസിനോട്, കേട്ടില്ലടോ, അലീന മോള് ഇവിടുത്തെ അനാദിയൊന്നുമല്ല. അവളെ എന്റെ ലാലിച്ചന്റെ സ്വന്തം ചോരയാ. മനസ്സിലായില്ലേ തനിക്ക്? എന്റെ മകന്റെ മോളാണെന്ന്. അതുകൊണ്ട് അവളെ അനുസരിക്കാതെ ഒരു പണിക്കാരും ഈ വീട്ടിൽ വേണ്ട. അതുകൊണ്ട് പൗലോസ് ചെന്ന് വേസ്റ്റ് ബോക്സിലിട്ട മീനുകളെല്ലാം തിരിച്ച് കൊണ്ടുചെന്ന് വിട്. അങ്ങനെ അപ്പച്ചൻ കൽപ്പിക്കുവാണ്. അത് കേട്ട് പൗലോസ് പേടിച്ച് മിണ്ടാതെ അലീനെ അനുസരിച്ച് താൻ വേസ്റ്റാക്കി കളഞ്ഞ മീനെല്ലാം പെറുക്കിയെടുത്ത് പാത്രങ്ങളിലേക്ക് മാറ്റുവാണ്. അത് കണ്ട് തുള്ളി ചാടുവാണ് അലീന.